അപ്പോൾ ജ്യോതി ശിവരാമൻ ആറാടി പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ക്രൈം ത്രില്ലർ മിസ്റ്റർ ഡ്രാമയാണ്. അപ്പോൾ ഒരുപാട് മരണങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മിസ്റ്റർ ഡ്രാമയാണ്. പിന്നെ ഷോജി സെബാസ്റ്റ്യൻ്റെ ഡയറക്ഷനൊക്കെ മികച്ചാണ്. ഒരു 1 ടൈം 2 ടൈം വാച്ച് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ ഹൊറർ മോഡിൽ കാണാൻ പറ്റുന്ന ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ലിത് 2 ഒക്കെ ഉണ്ട്. ലിത് എന്ന് പറഞ്ഞ 2 എന്ന് പറഞ്ഞ പാട്ടുണ്ട്. L2 ഉണ്ട്. അപ്പോൾ ഇതൊരു കഥ ഒരു ക്രൈം ത്രില്ലറാണ്. ഗംഭീര സൈക്കോളജിക്കൽ മൂവ്മെൻറ്റുള്ളൊരു നിഗൂഢതകളുടെ ഒരു പുതുതലമുറയ്ക്കുള്ളൊരു ആസ്വാദന ശൈലിയാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിഷ്ണു വിജയൻ്റെ കൂട്ടുകാരാണ് നായകൻ നല്ല ഹോട്ടായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് റിസർച്ച് ചെയ്ത മൂവിയാണ് ഇത്. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ലിറ്റ് 2 എന്ന് പറയുന്നത് നല്ല ടെക്നിക്കൽ ഉപകരണമാണ്. BGM ആയാലും ക്യാമറ വർക്കലാണെങ്കിലും മേക്കിംഗ് പറഞ്ഞാൽ ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് സസ്പെൻസ് ത്രില്ലർ ജോണ്ടർ അതാണ്. ഇതുവരെ കാണാത്തൊരു തരത്തിൽ മേക്കിംഗ് ആണ്. നല്ല സ്റ്റാർ കാസ്റ്റാണെങ്കിൽ നന്നായിട്ട് പോയാണ്. എൻഗേജിങ് ആണ്, ലാഗൊന്നുമില്ല. എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. ഹോളിവുഡ് സ്റ്റൈലുള്ള പടം. അതിൽ പോലീസുകാരനെ അഭിനയിച്ച ഒരു ആക്ടർ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. റിലീജിയസ് ഫാനിറ്റിക്സാണ് കാണിക്കുന്നത്. ഇതുവരെ കാണാത്തൊരു പടമാണ്. ഇതൊരു കാണാതെ ഒരു സ്റ്റോറിയാണ്. ക്രൈം ത്രില്ലറാണ്. നന്നായി കാണാൻ പറ്റും. അറിയാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ അറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ സബ്ജക്റ്റ് സിനിമ കാണുന്നത്. ഫാമിലി കാണാവുന്ന ഞാൻ അതിൽ നടി എലീനയുടെ അമ്മയായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. സിനിമ സപ്പോർട്ട് ചെയ്യാം എല്ലാവരും. ഇഷ്ടപ്പെട്ടോ അമ്മേ? ഒരു പേടിപ്പിക്കുന്ന പടമാണോ? അമ്മ പേടിച്ചോ? മനസ്സിലായിട്ടില്ല. അതാണ് നമ്മൾ L2 വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സീ. നല്ലൊരു പുതിയൊരു ത്രെഡാണ്. ഇതുവരെ കേൾക്കാത്തൊരു സ്റ്റോറിയാണ്. സോ അങ്ങനെ സാർ എന്നെ അപ്രോച്ച് ചെയ്തപ്പം എനിക്കൊരു തോന്നി ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറും എനിക്കും എൻ്റെ ഈ ഒരു ജോണർ ചെയ്യാൻ പറ്റുമെന്നൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ട്രൈ ചെയ്തു. കാണാത്ത വേഷമൊക്കെ എന്ത് ടൈപ്പ് സിനിമയാണെന്ന് പറയാം? കാണാത്ത വേഷം മീൻസ് അതായത് പടം അധികാരം കണ്ടിട്ടില്ല, പ്രീമിയറല്ലേ കഴിഞ്ഞു. അപ്പോൾ സോ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ വരേണ്ടത്? നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇപ്പം ഇന്ന് വന്നത്? നമ്മൾ പ്രീമിയർ ആയതുകൊണ്ട് വന്നത്. അങ്ങനെ എല്ലാവരും അത് ഇനി വരുന്ന ഓഡിയൻസ് കണ്ടതാക്കട്ടെ. ഒരു ഹൊറർ എന്ന് പറയാം, ഒരു മിസ്റ്റീരിയസ് ഹൊറർ മൂവി എന്ന് പറയാം. താങ്ക് യു. സെറ്റിലൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു മൂഡ് കീപ്പ് ചെയ്ത് എപ്പോഴും ആ ഒരു വൈബ് കീപ്പ് ചെയ്ത് എപ്പോഴും അങ്ങനെ സെറ്റിൽ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. അല്ലാത്തപ്പോൾ ഓൾ ഫൺ തന്നെയായിരുന്നു. ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും പോലെ ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സ്വന്തം പ്രകടനം കണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തോന്നി? ഇല്ല, അത്രയ്ക്ക് വേണ്ട. താങ്ക് യു. ആ ഭാഗം ഇടരുതേ, മൂക്ക് അഡ്ജസ്റ്റ്. എല്ലെന്ന് പറയുന്ന ഫിലിം ഞാൻ ആക്ട് ചെയ്യാൻ പോയപ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ ഡയറക്ടറിനോട് ചോദിച്ചത് എന്താണ് പറഞ്ഞു. ഇറ്റ് ഈസ് ആൻ അൺറിവീലിംഗ് ഓഫ് എ മിസ്റ്റിക്കൽ എക്സിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, മിത്തിക്കലായിരുന്നു. പക്ഷെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഓക്കെ ഞാനെന്താണ് ചെയ്യുന്നത്, അത് തീർച്ചയായിട്ടും അങ്ങനെ വരുമല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ രണ്ടാമത്തെ ഒരു സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. 2 കൊല്ലം നമ്മൾ ഓൾമോസ്റ്റ് എടുത്തു ഇത് ഷൂട്ട് ചെയ്യാൻ. സെക്കൻഡ് സ്കെഡ്യൂളിലും ചേച്ചി വേറൊരു ട്വിസ്റ്റും കൂടെ കയറി വന്നു. പക്ഷേ എന്താണ് അത്, ഇങ്ങനെ ഒരു ട്വിസ്റ്റാണ്. അപ്പോഴും ഞാൻ കൺഫ്യൂസ്ഡായി. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഈ ഫിലിം കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡയറക്ടറിനോട് എക്സ്പ്രസ് ചെയ്ത കൺഫ്യൂഷൻ തന്നെ ആക്ച്വലി കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ അത്ര ശ്രദ്ധിച്ചിരുന്നതാണ്. സെക്കൻഡ് ഹാഫിലാണ് അത് റിവീലായി വരുന്നത്. അത് ഫുള്ളി റിവീൽഡും ആയിട്ടില്ല. ബിക്കോസ് എല്ലെന്ന് പറയുന്ന ആ മിസ്റ്റിക്കൽ ക്യാരക്ടർ സെക്കൻഡ് പാർട്ടിലാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വരാൻ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും ഒരു മിത്തിപ്പോൾ ഞാനൊക്കെ ക്ലാസിക്കൽ ഡാൻസറാണ്. നമുക്കറിയാവുന്ന ദൈവങ്ങളുടെയോ അല്ലെങ്കിൽ അറിയാവുന്ന ക്യാരക്ടേഴ്സ് രാമായണ മഹാഭാരതം അങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത ക്യാരക്ടേഴ്സിനെ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസങ്ങൾ, അതല്ലാത്ത വിശ്വാസങ്ങൾ, കുറേ അന്ധവിശ്വാസങ്ങൾ, കുറേ സാധനങ്ങളുണ്ട്.
ഇതിനെ എല്ലാം കൂടെ ബ്രിഡ്ജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഷൂട്ടിന് വളരെ നന്നായിട്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ ഇത് ഡെഫിനറ്റ്ലി ഒറ്റ ഫിലിം അല്ല, ഇറ്റ് ഇസ് എ പാർട്ട് 2 ഫിലിം. ആ പാർട്ട് 2-ലായിരിക്കും ആ സ്ട്രെങ്ത് കൂടുതൽ വരാൻ പോകുന്നത്. ഫോർ ദാറ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് പാർട്ട് 2, പാർട്ട് 1 ഹാസ് ബീൻ ഡൺ റിയലി വെൽ. അപ്പോൾ നല്ല ഇൻറ്റൻസ് ആയിട്ട്, പിന്നെ എനിക്ക് ആ ടീമിനെ കുറിച്ചാണ്, അവരത്രയും ആത്മാർത്ഥമായിട്ട് ചില ദിവസം നായകനൊക്കെ തന്നെ വണ്ടി ഓടിച്ച് വരും, ചേച്ചി ഞാനിന്ന് ചേച്ചിയെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡയറക്ടർ. സോ ഐ ലവ് വർക്കിംഗ് വിത്ത് ദി എൻറ്റയർ. സോ നമ്മളെല്ലാം കാണുമ്പോൾ ശരിക്കും ലൂസിഫ എന്നുള്ളൊരു തിങ്കിങ് ആണല്ലോ. see, it is, we know only the guys. Now it is time for knowing the L as the girl. So yeah, I'm waiting for L too, because ആ സിനിമ കാണും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പോയി. സോ ശ്രദ്ധയോടെ ഇന്ന് കണ്ടാൽ ഐ തിങ്ക് it will unveil a lot of things. ബിഗ് ബോസ് കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.